ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നാണ് നമ്മളെ ജോർജിയയിലെ ലാസ്റ്റ് ഡേ. അപ്പോൾ നമ്മൾ ഇന്ന് ബോർജൂമിയാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞത്, ഞാൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണ്ട, കളിക്കലിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കനൊക്കെ അമർത്തി നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസ് ഫസ്റ്റ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഇന്ന് ബോർജൂമിയാണ് ലൊക്കേഷൻ. ഇപ്പോൾ കറൻ്റ് 9:40 ആയിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 10 മണിക്ക് ലോബിയിൽ പ്രസൻ്റ് ആവണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബസ് എടുത്ത് പോവും. അപ്പോൾ ഇന്നത്തെ ബോർജൂമി ലൊക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് വൈകിട്ടത്തോടെ നമ്മൾ ബോർജൂമിൽ നിന്ന് ഡയറക്റ്റ് കുട്ടൈസിൽ പോകും. നമ്മൾ നൈറ്റ് ഇന്ന് 1:30ക്കാണ് നമ്മളെ ഫ്ലൈറ്റ്. എനിവേ നമ്മൾ ഇന്ന് ബോർജൂമിയുടെ കുറച്ച് വിശേഷങ്ങളായിട്ട് നമ്മൾ വരണ്ടേ. എനിവേ ഇന്ന് എല്ലാ മെമ്പേഴ്സിനും നമ്മൾ മാക്സിമം വ്ളോഗിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുന്നതാണ്. പിന്നെ പറയാം, ലാസ്റ്റ് ഡേ ആയിട്ട് നമ്മളെ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത് ബോർജൂമിനെ പറ്റി? ബോർജൂമിനെ പറ്റി നമുക്കൊന്നും അറിയുള്ളൂ. ഇതുവരെ 2 ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ട്. ഇന്നലത്തെ പാരാഗ്ലൈഡ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വീഡിയോ ഇതുവരെ എൻ്റെ കിട്ടിയിട്ടില്ല, അത് യൂട്യൂബിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചുമേ ടൈം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ വരുമെന്ന് വിചാരിക്കുന്നില്ലേ? വരൂടാ, കാരണം എല്ലാവരും ഒരേ ടൈമിൽ വന്നോളന്നില്ലല്ലോ. ഓക്കെ, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, ശരി, നമുക്ക് പോയേക്കാം. വേറെ നമ്മൾ എന്തെങ്കിലും ഉണ്ടോ നോക്കണ്ടേ? ഇല്ല, ഡബിൾ ചെക്ക്ഡ് ആണ്. റൂമിലൊന്നുമില്ല തോന്നുന്നു. ഡബിൾ ചെക്ക്ഡ് ആണ്. എന്തോ ഒന്നും പോയത് ഇല്ലടാ, വെരിഫൈഡ് ആണ്. ആൽമറ, ഷെൽഫ്, ഫ്രിഡ്ജിന്റെ ഉള്ളിലൊന്നും ഇല്ലല്ലോ. ഇല്ല, ബെഡിലൊന്നുമില്ല. ഞാൻ ലേറ്റ് ആണ്, നമ്മൾ ഫുഡ് കഴിക്കണം. ബാത്റൂം ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം. അപ്പോൾ ഇതാണ് നമ്മളൊരു ബാൽക്കണി, ഒരു വ്യൂ ഇവിടെ ഉള്ളത്. നല്ല രസമാണ്, നല്ല പീസ്ഫുൾ. നമ്മൾ 3 ദിവസം താമസിച്ചത് ഈ റൂമിലായിരുന്നു. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കണ വീഡിയോസ് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ഫുഡ് കഴിച്ചിട്ട് ബസ് കയറും. പിന്നെ ബോർജൂമിയുടെ വിശേഷങ്ങളാവും ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലാണിത്, അർബൻ പാർക്ക് ഹോട്ടൽ. എനിവേ നമ്മളെ അങ്ങോട്ട് നടന്നുറാ. എനിവേ നമ്മളെ ലാസ്റ്റ് ഡേ ആണ് ഇന്നിപ്പോൾ. നമ്മൾ ഇവിടുന്ന് ബോർജൂമിക്കാണ് പോകാനുള്ളത്. നമ്മളെല്ലാവരും ചെക്കൗട്ട് ചെയ്ത് ബാഗൊക്കെ കൊടുത്തയച്ച് ഇറങ്ങി. ഇനിയിപ്പോൾ ബസ്സിൽ കയറി നമ്മൾ നേരെ ബോർജൂമിലോട്ട് പോകും. ഇവിടുന്ന് കുറച്ച് ഡ്രൈവ് ഉണ്ട്. ഇനി ബോർജൂമി വിശേഷങ്ങളാവും. എനിവേ ബോർജൂമി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തുതരാം, കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ബോർജൂമിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടെ ഒരു ഡ്രൈവ് ത്രൂ പോലത്തെ ഒരു സെറ്റപ്പിൽ നിർത്തിയതാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് വാഷ്റൂമിനും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ബോർജൂമിലോട്ട് പോവും. ഇവിടെ നിന്നുള്ള പരിപാടിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് ബോർജൂമി വിസിറ്റാണുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ നമുക്കറിയില്ല, ഇവർ പറഞ്ഞിടത്തോളം വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഗ്രീനറി സെറ്റപ്പ് ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എനിവേ അവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചില്ല. നമുക്കും ഇവിടെ നിന്ന് ജസ്റ്റ് വാഷ്റൂം യൂസ് ചെയ്യാനുണ്ട്. പിന്നെ സ്നോ മിക്സ്ഡ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാഷ്റൂം യൂസ് ചെയ്യാൻ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കണം. എനിവേ കാണിച്ചു തരാം. നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടില്ല. പിന്നെ ഇവിടുന്ന് കുറച്ച് റണ്ണിങ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഫുഡ് പാക്ക് ചെയ്ത് നമ്മൾ വണ്ടിയിലിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഒരു സബ്വേയിൽ നിർത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങി പോകുന്നതാണ്. കാരണം ഇപ്പോൾ കറൻറ്റ്ലി ഒരു 1 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ ലഞ്ചിനുള്ള ടൈം ആയിട്ടില്ല. ഇവിടെ 1 മണി ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിക്കാം. അപ്പോൾ നമ്മൾ ലഞ്ച് പാക്ക് ചെയ്ത് വണ്ടിയിലോട്ട് മേടിക്കണം. നമ്മളിവിടെ ബോർജൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ബഗ്ഗി റൈഡ് ചെയ്തത് നമ്മൾ മുകളിലോട്ട് പോവാണ്. അപ്പോൾ ഓരോരോ ഗ്രൂപ്പ് വൈസ് തിരിച്ചിട്ടുണ്ട്. 4 പേരുള്ളത്, 5 പേരുള്ളതൊക്കെ ആയിട്ട് ഗ്രൂപ്പ് വൈസ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഫാമിലിയാണുള്ളത്. ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചാൽ മുകളിൽ എന്തൊക്കെ പരിപാടിയുള്ളതെന്ന് നോക്കണം. ബഗ്ഗി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താവും അറിയില്ല, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഗ്രൂപ്പ് എല്ലാവരും കൂടെ എത്തിയിട്ട് ഒരുമിച്ച് സ്റ്റാർട്ട് ആവാനാണ് ചാൻസ്. നമുക്കറിയില്ല. ഇപ്പോൾ റോട്ടിലൂടെയാണിത്. ഇനി ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര ഉണ്ടാവും എന്നൊക്കെ കണ്ടറിയണം ഗൈസ്. ഏതായാലും നോക്കാം നമുക്ക്. ആർ യു എക്സൈറ്റഡ്? ഷുവർ. നോക്കാം. ഷുവറൊക്കെ നമുക്ക് ഫേസിൽ കാണാം. അവരൊക്കെ പോയി. ഈ ഒരു സംഭവം നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര നോയ്സാണ്. നമുക്കിപ്പോൾ മൈക്കിൽ നോയ്സ് ക്യാൻസലേഷൻ ഉള്ളത് കൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഭയങ്കര നോയ്സാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ എക്സ്ട്രീം ഒരു ഓഫ് റോഡിലോട്ട് കയറുമ്പോൾ ഇതിൻ്റെ ഫുൾ ത്രസ്റ്റ് വരുമ്പോൾ അതിലും കൂടുതൽ നോയ്സ് ആവും. ഏതായാലും അത് ഭയങ്കര എക്സ്പീരിയൻസ് ആവുമെന്ന് വിചാരിക്കുന്നത്. ഏതായാലും നമ്മൾ വിഷ്വൽസ് ഏതായാലും കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട
ഇത്ര തലയിൽ ചോറില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഇത് ഇനോവ പോലത്തെ ഒരു വണ്ടിനെ ഈ റൂട്ടിലായിട്ട് ഇറക്കിയിരിക്കുന്നത്. കാരണം ഫുൾ സ്ലിപ്പറി ഐസാണ്, ഗ്രിപ്പ് പോലും ഇല്ലാത്തൊരു ടയർ റേറ്റും കൊണ്ട് ഇറങ്ങിയിട്ടുള്ളത്. ഒരു പെട്ട്. എന്ത് തോന്നുന്നു നമ്മളെ ബഗ്ഗി റൈഡിനെ പറ്റി 2 വാക്ക് പറയും. വളരെ മനോഹരമായിട്ടാണ് ബഗ്ഗി റൈഡ് തുടങ്ങിയതെങ്കിലും മഞ്ഞുമലയിൽ അകപ്പെട്ട ഒരു ഹോണ്ട ഏതാ കാറ് കാരണം ഞങ്ങളിവിടെ പെട്ടിരിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാതെ എല്ലാവരും നെപ്പോട്ട് മോടുകയാണ് കഴിച്ചത്. അതെ, എല്ലാ വണ്ടി ഇവിടെ പോസ്റ്റ് ആട്ടാ. എല്ലാ ഇതൊക്കെ നമ്മളെ ടീമിന്റെ വണ്ടികളാണ്. ഇതേതോ ഒരു ഫോട്ടോഗ്രാഫർ, മെയിൻ ഫോട്ടോഗ്രാഫർ ഗോയ്സ് ആ വണ്ടി കയറിയിട്ടോ, ആ വണ്ടി തള്ളി കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കഥ അവസ്ഥ. ഇത് ഞാൻ തമാശക്ക് പറയുന്നല്ല ഗൈസ്, ഭയങ്കര എക്സ്ട്രീം ഓഫ് റോഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഫ്രണ്ടിലുള്ള വിഷ്വലൊന്ന് കാണിച്ചാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സ്ലിപ്പറി ആയിട്ടൊക്കെയാണ് പോകുന്നത്. പടച്ചവനെ കാത്തോളാം. ഭയങ്കര സീനാണ്. മൊച്ചു റോഡ് തള്ളിയിടരുത്, എനിക്കതേ പറയാനുള്ളൂ. യെസ് ഗൈസ്, ഭൂമിയിലെ സ്വർഗം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എങ്ങനെയുണ്ട് ഭൂമിയിലെ സ്വർഗം? ഗോയ്സ് അടുത്ത ടീം എത്തിയിരിക്കുന്നു. യെസ്, എല്ലാ ടീമും ഓൾമോസ്റ്റ് എത്തി തുടങ്ങിയിട്ടാ. എങ്ങനെയുണ്ട് സെറ്റല്ലേ? ഗോയ്സ് അടുത്ത് വരുന്നുണ്ട്. ഇത് ഇവിടെ ഇവിടെ ഭയങ്കര സീനാണ്. അയ്യോ നമ്മളാളുണ്ടല്ലോ, അതായത് ഇവിടെ കുറച്ച് റിസ്ക് ആണ് ഇവിടുന്ന് വണ്ടി കയറ്റാണ്. പക്ഷെ ബാക്കിയുള്ള എല്ലാ വണ്ടി ഇവിടെ കുടുങ്ങി. അതെ, വണ്ടിയൊക്കെ നമ്മളെ വണ്ടിക്കാരെ സിമ്പിൾ ആയിട്ട് കയറ്റി അടിച്ചില്ലേ, അടിപൊളിയായിട്ട് ഓടിച്ച്. ബട്ട് നല്ല ഇതുള്ള ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയാസ് വരുന്നുണ്ടല്ലേ. നേരിട്ട് കണ്ടാല് എത്രത്തോളം അതിന്റെ ഇത് മനസ്സിലാവില്ല. പക്ഷെ ഈ ഒരു ഏരിയ മാത്രമല്ല, അതിനെക്കാട്ട് റിസ്ക് ഏരിയാസ് വളരെ കുറെ റിവേഴ്സ് എടുത്തിട്ടൊക്കെയാണ് കയറ്റുന്നത്. ഓ, ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണിത്. ബിൽബി ഫ്രം പാല, കോട്ടയം, കൊല്ലം. കൊല്ലം പറവൂരല്ലേ? അല്ല, കൊല്ലത്ത് പറവൂരെ എനിക്ക് അറിയുന്നുള്ളൂ. മേ ബി അവിടെ തന്നെ ആവണം. കൊല്ലത്ത് പറവൂരുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അപ്പൊ എൻ്റെ ഒപ്പം പഠിച്ചവരാ. അപ്പൊ നമ്മള് ബൊർജുമിൽ വന്നു. എന്താ പറയാ, ആ വണ്ടിയുടെ പേരെന്തായിരുന്നു? വണ്ടിയുടെ പേരറിയില്ല, പക്ഷെ ഓഫ് റോഡ് വണ്ടിയാണ്. ഓഫ് റോഡ് വണ്ടി, അതിനൊരു പേരുണ്ട് ടെക്സ്. അപ്പോൾ അതിൽ വന്ന് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് 2-3 ഫോട്ടോസ്. ഈ ഒരു ബ്രിഡ്ജ് അവിടുത്തെ ഒരു നല്ലൊരു ഐക്കോണിക്കാണ് ബ്രിഡ്ജ്. നല്ല രസമുള്ള വ്യൂ ആട്ടാ. അപ്പോൾ പിന്നല്ലോ അപ്പോൾ ഇനി ഇവിടുന്ന് 2-4 ഫോട്ടോസ് എടുക്കും. ഇവിടെ ഒന്നും അധികം നമുക്ക് നിൽക്കാൻ കഴിയില്ല, കാരണം മൈനസിലാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ ഉള്ളത്. -6 to 7 ഒക്കെയാണ് ഇപ്പോഴത്തെ നോർമൽ ടെമ്പറേച്ചർ. പിന്നെ വെയിലും കൂടെ ഇല്ലാതാകുമ്പോൾ നമുക്ക് ഫീൽസിലേക്ക് ഒരു 10-15 നമുക്ക് തോന്നാൻ വഴിയുണ്ട്. എന്ത് തോന്നുന്നു നമ്മൾ ബഗ്ഗി റൈഡ് വന്നിട്ട്, ബൊർജുമിൽ ബഗ്ഗി റൈഡ് വന്നിട്ട് ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? പറയും. ഇത് കൈ പിടിക്കും. ഓക്കെ, ജസ്റ്റ് പറയും. ശരിക്കും നമുക്കൊരു നല്ലൊരു അനുഭവമാണ്. കാരണം നമ്മളിങ്ങനൊരു സിറ്റുവേഷനിലൊന്നും വന്ന് കാണുമോ ഇതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വളരെ ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയതിനെക്കാട്ടി വലിയൊരു ഡിഫറെൻ്റ് ആയ ഒരു അനുഭവമാണ് ഉണ്ടായത്. കാമാണ്. അതുപോലെ നമുക്ക് നല്ല സൈറ്റ് സീയിങ് കാണാനായിട്ട് നല്ല ഇതുണ്ട്. നമുക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതിലെ ഏറ്റവും പ്രൗഡായി തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതുപോലത്തെ ഒരു ഏജിലൊന്നും നമ്മളെ ആരും പുറത്തെ കൺട്രീസിലായിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിലോ പോട്ടെ ഇതുപോലത്തെ ഒരു കൺട്രീസിലൊന്നും ഒരിക്കലും നമ്മുടെ നാട്ടിൽ തന്നെ എത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെപ്പോലത്തെ ഇപ്പോൾ ഈ ഒരു ഏജിലും നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രൗഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. എന്തോന്നു പറയാ, ശരിയല്ലേ? എല്ലാവരും ഇതുപോലെ ചിന്തിക്കണം എന്നാണ് പറയാനുള്ളത്. താങ്ക് യു. അപ്പോൾ നമ്മൾ ബുർജുമിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ഒരു ഇത്. ഇപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് മുകളിൽ പോയി ഒരു ബ്രിഡ്ജുള്ള ഏരിയയിൽ പോയി, പിന്നെ ലാസ്റ്റ് ഒരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു ഏരിയയാണ്. അപ്പോൾ ബുർജുമിൽ നിന്ന് നമ്മൾ ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, പറ്റിക്കരുത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ എങ്ങനെ അവസാനിക്കുമെന്ന് തോന്നുന്നു. എനിവേ നമ്മൾ എയർപോർട്ടിൽ നിന്നാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ചെയ്യുന്നതാണ് ഗൈസ്. ഓക്കെ, ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ പോർച്ചുഗീസത്തെ പരിപാടികളൊക്കെ തീർത്ത് ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയിൽ നമ്മളൊരു ഡ്രൈവ് ത്രൂവിൽ നിർത്തിയാണ് നമ്മളെല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് 1:30 അപ്പോൾ ഇനിയിപ്പോൾ വിഷ്വൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളെ ഈ വ്ളോഗ് നമ്മൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യണം. നമ്മൾ ജോർജിയൻ സീരീസ് തന്നെ ഇവിടെ തീരാൻ പോവുകയാണ്. ഐ എം സോ ഹാപ്പി ഫോർ ദിസ് മൂമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലൈഫിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പുതിയ വീഡിയോസ് നമ്മൾ വേറെ രൂപത്തിൽ വരുന്നതാണ്. ജോർജിയൻ സീരീസ് ഇവിടെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ജോർജിയൻ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ക്യാമറമാൻ മുനവറിനോടൊപ്പം അൻവർ സൈനിങ് ഔട്ട്. സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത്. നമ്മളെ പിള്ളേർ ലാസ്റ്റ് ഞാൻ ഇടും. ഓക്കെ, താങ്ക് യു.